എന്നെ ഒരു മഴയാന്ന്. ഇന്നിങ്ങനെ മഴയത്ത് ഇങ്ങനെ നടക്കുന്ന സമയത്താണ് ഒരു പാനിപ്പൂരി കട കണ്ടത്. എന്തോ എഴുതി വെച്ചിട്ടുണ്ട് വായിക്കൊള്ളാത്തൊരു ഭാഷ. അന്ന് ഇന്ന് പാനിപ്പൂരി കഴിക്കാമെന്ന് വിചാരിച്ച് കടയിലേക്ക് പോവാട്ടോ. കട ചെന്നവിടെ ചേട്ടാ ഇച്ചിരി പാനിപ്പൂരി തായോ എന്ന് പറഞ്ഞു. ചേട്ടൻ സന്തോഷം 1 2 3 4 5 6 പൂരി എടുത്തു വെച്ചിട്ട് അതിനകത്ത് കുറച്ച് പുളിവെള്ളവും അതിനകത്ത് കുറച്ച് മസാലയും കുറച്ച് സവോളയും കുറച്ച് മല്ലിപ്പൊടിയും എന്തൊക്കെയോ ചേട്ടൻ ഇടുന്നുണ്ട് കേട്ടോ. ഞാൻ അങ്ങനെ പാനിപ്പൂരി ഒരുപാടൊന്നും കഴിച്ചിട്ടില്ല. കുറച്ച് പണ്ടങ്ങാട് കഴിച്ച ഒരു ഓർമ്മ മാത്രമേ ഉള്ളൂ കേട്ടോ. ചേട്ടാ വേഗം തായോന്ന് പറഞ്ഞ പരിവേഷവും എൻ്റെ പരിവേഷവും വേപ്രാളം കണ്ടിട്ട് ചേട്ടൻ ദേ സ്പൂണൊക്കെ എടുത്ത് ഇന്നാ മോളെ പാനിപ്പൂരി എന്ന് പറഞ്ഞ് എൻ്റെ കയ്യിലേക്ക് തരിക കേട്ടോ. ഞാൻ ആദ്യം തന്നെ അടിമുടി ഒന്ന് നോക്കി. 1 2 3 4 5 6 എണ്ണം ഉണ്ട്. ഇത് രുചിയുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല, എന്നാലും രണ്ടും കളിപ്പിച്ച് കഴിക്കുക കേട്ടോ. ആഹാ, ഞാൻ പ്രതീക്ഷിച്ചിലും നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. പക്ഷെ എനിക്കങ്ങനെ എക്സ്പ്രഷൻ ഞാനങ്ങനെ എടുത്തില്ല. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പ്രത്യേകിച്ചും ആ ഒരു മഴയും ആ ഒരു തണുപ്പും കൊണ്ടായിരിക്കാം. ശരിക്കും പറഞ്ഞാൽ ഞാൻ നന്നായിട്ട് കുളിച്ച് നനഞ്ഞിരിക്കുക കേട്ടോ. അതിൻ്റെ ഇടയ്ക്കാണ് ഈ അഭ്യാസമൊക്കെ. എനിക്ക് ഒരുപാട് അഭ്യാസം കാണിക്കാൻ പറ്റത്തില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ തൊട്ടിപ്പുറം ഒരു വണ്ടിയിൽ ഒരു ചേട്ടൻ എന്നെ വായ നോക്കിക്കൊണ്ടിരിപ്പുണ്ട്. ചേട്ടൻ വിചാരിക്കുന്നുണ്ട് ഈ പെങ്കൊച്ച് എന്നായി ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന്. ഞാൻ വീഡിയോ എടുക്കുന്ന കാര്യം ചേട്ടൻ അറിയത്തില്ലല്ലോ. എന്നാലും ചേട്ടനെ ഒന്നും മൈൻഡ് ചെയ്യാതെ ഓരോരോ പാനിപ്പൂരി എടുത്തിട്ട് ഞാൻ ആസ്വദിച്ച് കഴിക്കുക കേട്ടോ. സത്യം പറയാലോ, എന്തോ ഒരു ടേസ്റ്റ്. നല്ലൊരു പുളിയും കുറച്ച് എരിവും കുറച്ച് മധുരവും പറയാൻ പറ്റത്തില്ല. ഒരു പ്രത്യേകതരം ടേസ്റ്റാണ് കേട്ടോ. ശരിക്കും ഞാൻ ആസ്വദിച്ച് കഴിച്ചു കേട്ടോ.